പരുമല സ്മൃതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സാംഘിക് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്നതിനായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഇന്ന് ഇടത് രാഷ്ട്രീയ ക്രൂരതയിൽ പമ്പാ നദി ചോര വീണ് കലങ്ങിയ ഓർമ്മകൾക്ക് 29 വയസ്സ് തികയുകയാണ്. ആ ധീര ബലിദാനികളെ എങ്ങനെയാണ് സ്മരിക്കുന്നത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് ക്രൂരതയുടെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമായിരുന്നു 1996 പരുമലയിലെ ബലിദാനങ്ങളെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പരുമല പമ്പ കോളേജിൽ പ്രതീക്ഷകൾ ചിറകിലേറ്റി ജീവിക്കാനായിട്ട് വന്ന 3 ചെറുപ്പക്കാരെ CPM SFI കിരാതന്മാർ അവർ അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടതിൻ്റെ സ്മൃതി ദിനം കൂടിയിട്ടാണ് ഇന്ന്. കിം കരുണാകരൻ, സുജിത്ത്, അനു എന്നിങ്ങനെയുള്ള 3 ചെറുപ്പക്കാരായിരുന്നു ഈ CPM ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെട്ട് ബലിദാനം നടത്തപ്പെട്ടത്. നമ്മളിപ്പോൾ അനുവിൻ്റെ വീട്ടിലാണ്. ഇവിടെ രാവിലെ സ്മൃതിദിന പരിപാടികൾക്കൊക്കെ തന്നെ തുടക്കമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അടക്കം നടത്തുന്ന ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനുസ്മരണ പരിപാടി, അനുവിൻ്റെ അനുസ്മരണ പരിപാടി അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായിട്ടുള്ള പരുമലയിൽ വെച്ച് തന്നെ ആരംഭിക്കുകയാണ്. എന്തായാലും പുഷ്പാർച്ചന അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാനായിട്ട് ആരംഭിക്കുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളായിട്ടുള്ള ആളുകളുമൊക്കെ തന്നെ ഇവിടെ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റു പരിപാടി ചെട്ടിക്കുളങ്ങരയിലും ഇത്തരത്തിൽ സുജിത്തിൻ്റെ വീട്ടിലും അനുസ്മരണ പരിപാടികൾ ഇന്ന് രാവിലെ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പുഷ്പാർച്ചന ആരംഭിക്കുകയാണ്. പുഷ്പാർച്ചനയോട് കൂടിയിട്ടാണ് ഈ അനുസ്മരണ പരിപാടി ഇവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം അനുസ്മരണ ബൗദ്ധിക് സാംഘിക്കും ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ തന്നെ 96 ഈ സെപ്റ്റംബർ 17 ആ ദിവസമായിരുന്നു ഇത്തരത്തിൽ ക്യാമ്പസിനുള്ളിൽ CPM കിരാതന്മാർ അതിക്രൂരമായിട്ട് ഈ 3 ചെറുപ്പക്കാരെ, കിം കരുണാകരൻ, സുജിത്ത്, അനു എന്നിങ്ങനെയുള്ള 3 ചെറുപ്പക്കാരെ അവർ ദേശീയതയുടെ ഭാഗമായി പ്രവർത്തിച്ചു, ദേശീയതയുടെ ആദർശത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ആ ഒരൊറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ് ഇത്തരത്തിൽ SFIയുടെയും CPMൻ്റെയും കിരാതന്മാർ ഈ ക്രൂരകൃത്യം ഈ 3 ചെറുപ്പക്കാർക്ക് മേൽ നടത്തിയത് എന്നുള്ളതാണ് നിലവിൽ ഏറെ വേദനാജനകമായിട്ടുള്ളത്. മറ്റൊരു കുറ്റവും അല്ലെങ്കിൽ മറ്റൊരു തെറ്റും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏറെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയായിരുന്നു. ഈ പ്രാണരക്ഷാർത്ഥം പമ്പാ നദിയിലേക്ക് ചാടിയ യുവാക്കളെ അവിടെ നിന്നും കല്ലും കട്ടയും എറിഞ്ഞുകൊണ്ട് പൈശാചികമെന്നുള്ള രീതിയിൽ തന്നെ കൊലപ്പെടുത്തുന്ന സംഭവമായിരുന്നു 1996 പമ്പയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ പരുമല കോളേജുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷത്തിൽ ഉണ്ടായത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിൻ്റെ ധീര ബലിദാനികളെ നാട് ഓർക്കുകയാണ്, ജന്മനാട് ഓർക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ BJPയുടെ സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി ചേരുകയാണ്. ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ 3 ധീര ബലിദാനികളെ അനുസ്മരിക്കുന്നത്? തീർച്ചയായും ജീവിതത്തിൽ ഒരു ദിവസവും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷമകരമായ ദിവസം തന്നെയാണ് ഇന്ന്. അന്ന് ഞാൻ സംഘത്തിൻ്റെ ചുമതലയിലിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും പറയുക, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ പോലീസും നമ്മളുടെ ജുഡീഷ്യറിയും, അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അഭിഭാഷകന്മാരും സാക്ഷിമൊഴികളും എല്ലാം അട്ടിമറിച്ചൊരു കേസ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അന്ന് ആ വിധി പറഞ്ഞ ജഡ്ജ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം FIR മുതൽ മഹസർ തയ്യാറാക്കിയത് മുതൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. കാരണം ജഡ്ജ് പറയുന്നത് ഞാൻ നിസ്സഹായനായിട്ടാണ് ഈ വിധി രേഖപ്പെടുത്തുന്നത് എന്നാണ്. ഈ ഒരു അദ്ദേഹത്തിൻ്റെ മുൻപാകെ എത്തിയ കേസിൽ വന്ന സാക്ഷിമൊഴികളെ പരിശോധിച്ച്, അല്ലെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ ജഡ്ജ് നിസ്സഹായാവസ്ഥയോടുകൂടി പറഞ്ഞത് എനിക്ക് ഈ കേസിലെ പ്രതികളെ വെറുതെ വിടുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ്. കാരണം അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മണിക്കൂറുകൾക്കുള്ളിൽ നിരന്തരമായി മാറ്റുന്നു, FIR അട്ടിമറിക്കുന്നു, മഹസർ റിപ്പോർട്ട് അട്ടിമറിക്കുന്നു, പോസ്റ്റ്മോർട്ടത്തിൽ തിരിമറി നടത്തുന്നു, സാക്ഷിമൊഴികളായി ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്ന പലരെയും പോലീസ് ഭീഷണിപ്പെടുത്തി സാക്ഷിപ്പട്ടികയിൽ നിന്ന് മാറ്റുന്നു. അങ്ങനെ അടിമുടി അട്ടിമറിക്കപ്പെട്ട ഒരു കേസ് ഇന്ത്യയുടെ ലോകത്തിൻ്റെ തന്നെ നീതിന്യായ ചരിത്രത്തിലില്ല എന്ന് പറയാം. അപ്പോൾ ഈ നടന്ന
ഒരുപക്ഷെ കൊലപാതകത്തേക്കാൾ അതിക്രൂരമായ ഗൂഢാലോചനയാണ് ഈ കേസ് അട്ടിമറിക്കാൻ നടന്നത്. അതാണ് നമ്മളതിൽ പരിശോധിക്കേണ്ടത്. തീർച്ചയായും നടന്ന സംഭവം വളരെ ദാരുണമായ അതിപൈശാചികമായ ഒരു സംഭവം നടന്നു. പക്ഷേ ആ സംഭവം നടന്നവരെ ശിക്ഷിക്കണമെന്ന് സർക്കാരിനോ പ്രോസിക്യൂഷനോ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഭരണകൂടം നേരിട്ട് ഇടപെട്ട് ഒരു കേസ് അട്ടിമറിച്ചത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. നമ്മൾ സാധാരണ പ്രതികളെ രക്ഷപ്പെടുത്താനൊക്കെ പോലീസൊക്കെ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് പല കേസുകളിലും. പക്ഷേ ഇത് ആദ്യമായിട്ട് പ്രോസിക്യൂഷനും, കാരണം അവിടുത്തെ കോളേജ് അധ്യാപകന്മാർ, ഇടത് സംഘടനയുടെ അധ്യാപകന്മാരായിരുന്നു, അവരാരും സാക്ഷി പറയാൻ തയ്യാറായില്ല. സാക്ഷിപ്പട്ടികയിൽ അതായത് ഈ 3 കുട്ടികൾ പമ്പാ നദിയിലേക്ക് എടുത്ത് ചാടുമ്പോൾ ഇരു കരകളിൽ നിന്ന് വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന മുസ്ലിം സ്ത്രീകളടക്കമുള്ളവരെ അവരെ വസ്ത്രം ഇട്ടുകൊടുത്ത് രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ ആരുടെയും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ തയ്യാറായില്ല. അന്നുണ്ടായിരുന്നത് അവർ മുസ്ലിങ്ങളാണ്, പ്രതികൾ മരണപ്പെട്ടത് RSSകാരാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ആ കേസിൽ നിന്ന് പിന്മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ അടിമുടി അട്ടിമറിക്കപ്പെട്ട ഒരു കേസ് എന്നുള്ളത് പരിമല സംഭവം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടാണ്. അത് അന്നത്തെ വിചാരണ കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ജോസഫ് പി ജോസഫ് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 പ്രത്യയശാസ്ത്രങ്ങളും ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. 30 വർഷത്തോട് അടുക്കുകയാണ്. ഇവർ ഏതാർത്ഥത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, ആ പ്രത്യയശാസ്ത്രം എവിടെ നിൽക്കുന്നു, ഇവരെ ആക്രമിച്ച പ്രത്യയശാസ്ത്രം എവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയല്ല യഥാർത്ഥ മറുപടി കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം അത് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം 1942 കേരളത്തിൽ സംഘപ്രസ്ഥാനങ്ങൾ പ്രവർത്തനം തുടങ്ങുന്നത്. അന്ന് ഇവിടേക്ക് നമ്മളുടെ പ്രചാരകന്മാരടക്കമുള്ളവർ വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത് ഉത്തരേന്ത്യൻ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം 80 വർഷം കഴിയുമ്പോൾ, 83 വർഷം കഴിയുമ്പോൾ 2 പ്രസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു? 1925 ഇന്ത്യയിലെ 2 പ്രസ്ഥാനങ്ങളിൽ ഒരുപോലെ രൂപം കൊള്ളുന്നത്. പക്ഷെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഉപ്പ് വെച്ച കലം പോലെ എന്ന മലയാളത്തിലൊരു പ്രയോഗം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇന്ത്യയിലെ CPM-നെ പറ്റി അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പറ്റിയാണ്. അപ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് യാതൊരു വിധത്തിലും ചേരാത്ത ഒരു പ്രത്യയശാസ്ത്രമായിട്ട് ഇടതുപക്ഷം മാറുകയും നമ്മളുടെ പ്രവർത്തകർ ആദ്യം അവരെന്താ ചെയ്തത്? ആദ്യം അവരെ അവഗണിക്കാൻ ശ്രമിച്ചു, പിന്നീട് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. കാര്യം ആയുധം കൊണ്ട്, ആദർശം കൊണ്ട് നേരിടാൻ സാധിക്കില്ല എന്ന് വന്നപ്പോഴാണ് ആയുധമെടുത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്താൻ തുടങ്ങിയത്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ എതിരാളികളെ പല വിധത്തിൽ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് ആദ്യം പരീക്ഷിച്ചത് ഒരുപക്ഷെ കണ്ണൂരിലെ തലശ്ശേരിയിൽ പിണറായി വിജയൻ അന്ന് പ്രതിയായിട്ടുള്ള വാടിക്കൽ രാമകൃഷ്ണൻ്റെ കേസിലായിരുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കൂ, എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അത് പിന്നീട് ത്രിപുരയിലേക്കും ബംഗാളിലേക്കുമൊക്കെ ആ മോഡലുകൾ, കേരള മോഡൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ആവിഷ്കരിച്ച് നടപ്പാക്കിയ രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുക എന്ന മോഡൽ തന്നെയാണ് ഈ കേരള മോഡൽ. അത് ത്രിപുരയിലേക്കും ബംഗാളിലേക്കും ഒക്കെ വ്യാപിച്ചു. പിന്നീട് അതേ പിണറായി വിജയൻ പറഞ്ഞതായി നമ്മൾ പിൽക്കാലത്ത് പാർട്ടി വിട്ട AP അബ്ദുള്ളക്കുട്ടിയുടെ ആത്മകഥയിൽ നിന്ന് നമ്മൾ വായിക്കുകയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ബംഗാളിലെ സഖാക്കന്മാരെ മാതൃകയാക്കണം രാഷ്ട്രീയ എതിരാളികളെ കൊല്ലുന്നതിൽ, അവരെ ഉപ്പിട്ട് കുഴിച്ചു മൂടണം, അതേപോലെ കേരളത്തിലും ചെയ്യണമെന്നൊക്കെ പിണറായി വിജയൻ ഉപദേശിച്ചതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കേരളത്തിൽ ഇന്ത്യയിൽ CPIM അവരുടെ ആദർശം വേരുപിടിക്കില്ല അല്ലെങ്കിൽ വിലപ്പോവില്ല എന്ന് കണ്ടപ്പോൾ ആയുധം കൊണ്ട് നേരിടാനാണ് ശ്രമിച്ചത്. അതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിന്ന് കാണുന്നത്. അവരിവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് RSS അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ എത്തി നിൽക്കുന്നു നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ആയുധം കൊണ്ട് ഒരു കാരണവശാലും നമ്മളെ ഇല്ലാതെയാക്കാൻ പറ്റില്ല, ആദർശം കൊണ്ടും അവർക്ക് പറ്റില്ല എന്ന് കാലം തന്നെ തെളിയിച്ചിട്ടുണ്ട്. വളരെ നന്ദി ചേട്ടാ. എന്തായാലും 3 ചെറുപ്പക്കാരെ അനുസ്മരിക്കുകയാണ് അവരുടെ ജന്മനാട്. എന്തായാലും ഇന്നത്തെ ദിവസം ഈ പരിമലയെ സംബന്ധിച്ചിടത്തോളം എന്നും അല്ലെങ്കിൽ ഒരു കാലത്ത് മറക്കാൻ സാധിക്കാത്തൊരു കറുത്ത ഏടായിട്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിലനിൽക്കും. ആദർശം, അതായത് ദേശീയതയുടെ ആദർശം നെഞ്ചിലേറ്റിയിട്ടുള്ള 3 യുവാക്കളെ അവരുടെ ആദർശം അതായതുകൊണ്ട് മാത്രം ഈ ഇടത് തീവ്രവാദികൾ അല്ലെങ്കിൽ ഇടത് അക്രമകാരികൾ അതിക്രൂരമായിട്ട് പൈശാചികമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ അനു എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലെ ഉണ്ടായിരുന്ന ആ യുവാവ്, ആ അനു മികച്ചൊരു ഗായകനായിരുന്നു, പമ്പ കോളേജിൻ്റെ മികച്ച ഗായകനായിരുന്നു. 1995 അദ്ദേഹം ഈ പമ്പ കോളേജിൽ ABVPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ട് ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് മുതൽ ഈ ചെറുപ്പക്കാർ, അനുവടക്കമുള്ള 3 ചെറുപ്പക്കാർ ഈ CPM കിരാതന്മാരുടെ നോട്ടപ്പുള്ളികളായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പലതവണ ഇവരെ എതിരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ 17-ന് കാര്യങ്ങളൊക്കെ ഒത്തുവന്ന് ആയുധങ്ങളുമായിട്ട് CPM അക്രമകാരികൾ ക്യാമ്പസിൽ കടക്കുകയും ഈ
ചെറുപ്പക്കാരെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. പ്രാണരക്ഷാർത്ഥം 3 ചെറുപ്പക്കാരും കോളേജിന് സമീപത്തുള്ള പമ്പാ നദിയിലേക്കാണ് എടുത്ത് ചാടുകയുണ്ടായത്. പമ്പാ നദിയിൽ ഈ 3 ചെറുപ്പക്കാർക്കും നീന്തലറിയാതെ അവർ ജീവന് വേണ്ടി നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ കിരാതന്മാർ അവർ അട്ടഹസിച്ചുകൊണ്ട് ഈ കല്ലുകളും കട്ടകളുമൊക്കെ ഈ 3 ചെറുപ്പക്കാർക്ക് അവർക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തി. അങ്ങനെ ആ ഒരു ഗോകുൽ, എന്തായാലും ആ ഇടത് രാഷ്ട്രീയത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ തന്നെയാണ് ഇന്ന് നമ്മൾ അവർക്ക് സ്മരണാഞ്ജലി നേരുന്നത്.